ഹലോ എവരി വൺ. നമ്മളൊക്കെ കേട്ടിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു ലോകാവസാനം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, അതായത് 2012 ഞാൻ 13ലാണ് ഞാൻ പാസ് ഔട്ട് ആവുന്നത്. നമ്മൾ ആ ടൈമിൽ, അതായത് ഞാനൊക്കെ സ്കൂളിൽ ടൈമിൽ കേട്ടിരുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ആ 2012 വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു ലോകാവസാനം 2012 നടക്കും. ഒത്തിരി ന്യൂസും കാര്യങ്ങളും ഒക്കെ അന്ന് സോഷ്യൽ മീഡിയ എത്രയ്ക്ക് ഞാൻ സജീവമായിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റുമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി മൂവീസും കാര്യങ്ങളൊക്കെ 2012 ലോകാവസാനം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മൂവിയും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് മലയാളത്തിൽ വന്നിട്ടുള്ളൊരു നോവലിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് പലർക്കും വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. നമുക്ക് റീസെൻ്റ്ലി വൈറലായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അഖിൽ പി ധർമ്മജൻ്റെ ഒരു നോവലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മെർക്കുറി ഐലൻഡ് ലോകാവസാനം എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി നമ്മളൊരു 2012 ലോകാവസാനത്തിൻ്റെ മൂവിയൊക്കെ കണ്ടതുപോലെ ആ ഒരു ത്രില്ലിങ്ങിൽ വായിച്ചു തീർക്കാവുന്ന ഒരു കഥ തന്നെയാണ്. കഥയുടെ അടിസ്ഥാനപരമായ ആശയം ഇത് തന്നെയാണ്. അത് ചുറ്റിപ്പറ്റി പോകുന്നത് നമുക്കൊക്കെ, അതായത് ത്രില്ലിങ് കാര്യങ്ങളൊക്കെ, നമ്മൾ വളരെ നിഗൂഢമായ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്ന, അത്തരം രഹസ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന അവരുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ബർമുഡ ട്രയാങ്കിൾ. ലോകത്ത് തന്നെ വളരെ അതിശയത്തോടെ ഇപ്പോഴും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ്. സോ ബർമുഡ ട്രയാങ്കിളിനെ ചുറ്റിപ്പറ്റി ലോകാവസാനം എന്നുള്ളൊരു തീമിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണത്. അപ്പം അതിനെപ്പറ്റി പറയുവാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ രസകരമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ബുക്ക് വായിക്കുന്നത് 2019ലാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ എൻഗേജ്മെൻറ്റിന് ശേഷമാണ്. എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് വർക്കിങ്ങാണ്, ജസ്റ്റ് ജോലിയിൽ കയറിയ ആ ഒരു ടൈം. അപ്പോൾ അന്നോട്ടേ എനിക്കുള്ള ശീലം എന്ന് വെച്ചാൽ സാലറി കിട്ടുമ്പം അതിൽ നിന്ന് ഒരു ബുക്കെങ്കിലും മന്ത്ലി വാങ്ങിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം ഞാൻ, എൻ്റെ വീട് മലപ്പുറത്താണല്ലോ, അപ്പോൾ അവിടെ ഞാൻ ബുക്ക് സ്റ്റോളിൽ പോയിട്ട് നമുക്ക് തിരഞ്ഞു നോക്കി എടുക്കാം. നടന്നിങ്ങനെ മൂവീസിലൊക്കെ കാണുന്ന പോലെ നമുക്ക് നടന്ന് ഇഷ്ടമുള്ള ബുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാൻ ബുക്ക് വാങ്ങിക്കുമ്പം മെയിൻലി ആ സമയത്തും ഇപ്പോഴും നോക്കുന്ന 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ബുക്കിൻ്റെ പേര് നോക്കും. സെക്കൻഡ് വൺ, ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക് പേജിൽ, ബുക്കിൻ്റെ കവറിൽ ബാക്ക് പേജിൽ അതിനെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, അത് വായിക്കും. തേർഡ് വൺ, പ്രൈസ്. സോ ഇത് 3 ഒത്ത് വന്ന് എനിക്ക് അന്നും ഇന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തീം അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ത്രില്ലിങ്, മിസ്റ്ററി, ഫാൻറ്റസി, ക്രൈം, ത്രില്ലർ, അങ്ങനത്തെ സബ്ജക്ട്സ് വായിക്കാനാണ്. സോ ഞാൻ അങ്ങനെ കണ്ടപ്പം ഫസ്റ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ സെലക്ട് ചെയ്ത ബുക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ബുക്കും അതാണ്, അഖിൽ പി ധർമ്മജൻ്റെ. ഞാൻ ഫസ്റ്റ് റീഡ് ചെയ്യുന്ന നോവൽ അതാണ്. പുള്ളിയുടെ ഫസ്റ്റ് നോവൽ ഓജോ ബോർഡ് ആണെങ്കിലും ഈ ബുക്ക് വായിച്ചിട്ട് ഇതിൽ നിന്നാണ് ഞാൻ പിന്നെ ഓജോ ബോർഡ് വാങ്ങിച്ച് വായിക്കുന്നത്. അപ്പം പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് ബുക്ക് വാങ്ങിക്കുന്നു. ഇപ്പം എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കോൾസ് ഉണ്ടായിരിക്കും, അതായത് ഹസ്ബൻഡ് വിളിക്കും, സംസാരിക്കും, കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബുക്ക് മേടിച്ച് ഞാൻ കൊണ്ടുപോയി എനിക്ക് വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നുമില്ല ചിന്ത. അപ്പം അന്ന് വൈകിട്ട് ഞാനിങ്ങനെ റൂമിൽ ഇരുന്ന് വായിക്കുക. സമയമായപ്പം ആളുടെ കോൾ വന്നു. ഞാൻ ജസ്റ്റ് എടുത്തിട്ട്, എൻ്റെ അടുത്ത് അമ്മ ഇരിപ്പുണ്ട്, അപ്പം ഞാൻ എടുത്തിട്ട് പറഞ്ഞു, അത് ഇവിടെ നല്ല ഇടിയും മഴയുമാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം, നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ വേഗം കട്ട് ചെയ്തു. സത്യത്തിൽ ഇടിയും മഴയൊന്നുമില്ല, ഞാനിത് വായിച്ച് പകുതി ആയതേ ഉള്ളൂ, എനിക്കിത് ഫിനിഷ് ചെയ്യണം, അതിന് വേണ്ടി ഇരിക്കുക. അപ്പം അമ്മ എടുത്ത വഴിക്ക് തിരിഞ്ഞ്, മഴയൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പം എനിക്കിത് തീർക്കണം, മഴയില്ലെങ്കിൽ ഇപ്പം തൽക്കാലം അത് മതി. അപ്പം പുള്ളി അന്ന് പറ്റിച്ച് ഫോൺ വെച്ചിട്ട് ഞാനൊന്നും സംസാരിച്ചില്ല, പുള്ളിയോട് സംസാരിക്കാൻ നിന്നില്ല. ഞാനന്ന് ബുക്ക് ഫിനിഷ് ചെയ്തിട്ടേ പിന്നെ കിടന്നുള്ളൂ. അപ്പം അങ്ങനൊരു രസകരമായ അനുഭവം കൂടി ഉണ്ട്. അത്രയ്ക്ക് എന്നെ പിടിച്ചിരുത്തിയൊരു നോവലാണ്. നമുക്കൊരു ഇംഗ്ലീഷ് മൂവി കാണുന്ന അതേ ത്രില്ലിങ്ങിൽ വായിച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഞാനിത് ഒത്തിരി പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്കായിരുന്നു. അങ്ങനെ സജസ്റ്റ് ചെയ്ത് അവസാനം വാങ്ങിക്കാൻ കൊണ്ടുപോയ ആളെ എനിക്ക് തിരിച്ച് ബുക്ക് തന്നില്ല. ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് ഈസ് പെൻഡിങ്, അത് തന്നിട്ടില്ല. ഈ റീൽ ആൾ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു തരിക. ഞാൻ ഇപ്പോഴും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. സെക്കൻഡ് ഒരു റീഡിങ് ചെയ്യണമെന്ന് എനിക്ക് ഒത്തിരി മോഹമുള്ള ഒരു ബുക്ക് കൂടി അത് ആയിരുന്നു. വായിച്ചവരെല്ലാവരും, ഒരാളൊഴികെ എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. എൻ്റെ സെയിം അതേ അഭിപ്രായമുള്ളത് തന്നെ പറഞ്ഞത്. അഖിൽ പി ധർമ്മജൻ്റെ ബുക്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പുള്ളിയുടെ 4 ബുക്സിൽ എനിക്ക് 3 ഇഷ്ടപ്പെട്ടു. കാരണം 3 എനിക്ക് ഇഷ്ടപ്പെട്ട ജേണറ. അപ്പം രാത്രി 12-ന് ശേഷമാണെങ്കിലും, മെർക്കുറി ഐലൻഡ് ആണെങ്കിലും, ഓജോ ബോർഡ് ആണെങ്കിലും. ഇഷ്ടപ്പെടാത്തത് നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദിയ.
കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും വായനയുടെ ടേസ്റ്റിനനുസരിച്ചാണ്. പുള്ളിയുടെ എഴുത്ത് മോശമായതുകൊണ്ടല്ല, റൊമാൻസ് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡ് ആയതുകൊണ്ടും ഇഷ്ടമല്ലാത്തൊരു ജേണർ ആയതുകൊണ്ടും ആയിരിക്കാം എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. പുള്ളിയൊരു എഴുത്തുകാരൻ മോശമായിട്ടുള്ള ആളാണെന്നല്ല ഉദ്ദേശിച്ചത്. പുള്ളിയുടെ ബാക്കി 3 ബുക്സും, എസ്പെഷ്യലി മൈ ഫേവറേറ്റ് ബുക്ക് ഈസ് മെർക്കുറി ഐലൻഡ്. മറ്റാരും ഈ ഒരു ബുക്കിനെ കുറിച്ച് റിവ്യൂ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സോ ഞാൻ അതുകൊണ്ടാണ് അതൊന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം അറിയപ്പെടാതെ പോകുന്ന ബുക്സുകൾ പലതും ഉണ്ട്. പലർക്കും ചിലപ്പോൾ അതിനെപ്പറ്റി അറിയണമെന്നില്ല. ഇപ്പം ഞാൻ തന്നെ ഓജോ ബോർഡിനെ കുറിച്ച് അറിയുന്നത് പുള്ളിയുടെ സെക്കൻഡ് ബുക്കാണ് മെർക്കുറി ഐലൻഡ്. ഫസ്റ്റ് ബുക്ക് വായിക്കുന്നത് സെക്കൻഡ് ബുക്ക് വായിച്ചതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഇപ്പം പുള്ളി ഈ ഒരു മെർക്കുറി ഐലൻഡ് എഴുതിയത് പുള്ളി എനിക്ക് തോന്നുന്നു +2 പഠിക്കുന്ന സമയത്താണ് എഴുതിയെന്ന് പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പാസ് ഔട്ടായി ജോലിക്ക് കയറിയ സമയത്താണ് വായിക്കുന്നത്. അപ്പം ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാനൊക്കെ എന്ത് വേസ്റ്റ് ഓഫ് ലൈഫാണ്. പുള്ളിയുടെ ആ ഒരു +2 ലൈഫിൽ പുള്ളിയുടെ സെക്കൻഡ് നോവൽ പ്രിപ്പയർ ചെയ്തു തുടങ്ങി. ഞാനൊക്കെ എഴുതണമെന്ന് ആഗ്രഹിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ ത്രെഡൊക്കെ കിട്ടും, കുഴിമടി കാരണം കംപ്ലീറ്റ് ചെയ്യത്തില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പുള്ളിയെ ഞാൻ ഇപ്പോഴും വളരെയധികം റെസ്പെക്റ്റോടു കൂടി നോക്കിക്കാണുന്നതാണ്. ആ ഒരു ഏജിൽ പുള്ളി ഇതുപോലൊരു മാസ്റ്റർ പീസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഴിവുകൾ ഉള്ള ആളാണ്. ഇനിയും നല്ല നല്ല ബുക്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹാപ്പി റീഡിങ്.